ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്ഗു ചാനൽ. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തോ. 2025 റിലീസ് ചെയ്ത ഒരു ഇന്ത്യൻ ഹിന്ദി ഭാഷ സ്പൈ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ദുരന്തർ. ആദിത്യദാറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ജിയോ സ്റ്റുഡിയോസ് ആൻഡ് BC2 സ്റ്റുഡിയോസിന്റെ ബാനറിൽ ജ്യോതിഷ് ദേശ്പാണ്ഡെ, ആദിത്യദാർ, ലോകേഷ് ദാർ എന്നിവരാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് സശ്വന്ത് സച്ദേവാണ് ഈ സിനിമയുടെ മ്യൂസിക് നൽകിയിരിക്കുന്നത്. ഫൈനലി ബോളിവുഡ് ഈസ് ബാക്ക് വിത്ത് എ ഗുഡ് മൂവി ഗൈസ്. സത്യം പറയാലോ, ഇത് ഒരു 3-3.5 മണിക്കൂറോളം ഉണ്ട് പടം. അപ്പോൾ അത്രയും ടൈം നിങ്ങൾ ഇനി വീട്ടിൽ പോയിട്ടും തിരിച്ചു പോകാനുള്ളതൊക്കെ ആയിട്ട് ഒരു ഹാഫ് ഡേ വരും. അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ സിനിമ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി കാണാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇൻട്രോയിൽ വരുന്നത്. അതിൻ്റെതായ ഒരു അഡാപ്റ്റേഷൻസ് ഒക്കെ ആ സിനിമ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് കാണിക്കുന്നുമുണ്ട്. സിനിമയിൽ ഇതൊരു കൊമേഴ്ഷ്യൽ ആയിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടില്ല, ഒരു ഇൻക്രെഡിബിൾ ട്രൂ ഇൻസിഡൻസ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ബ്ലെൻഡഡ് മൂവി കൂടിയാണ്. ഒരു സ്പൈ ആക്ഷൻ ത്രില്ലറാണ് ദുരന്തർ. പോരാതെ ഇതിന് സെക്കൻഡ് പാർട്ടും ഉണ്ട്. അത് തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ട്. കാരണം സെക്കൻഡ് പാർട്ടിലാണ് ഇനി കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ഇതിൽ വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ലോങ്ങസ്റ്റ് റൺ ടൈം ഉള്ള ഒരു സിനിമ കൂടിയാണ് ദുരന്തർ. സിനിമയിലെ പ്രധാന വേഷത്തിൽ വരുന്നത് രൺവീർ സിംഗ്, അക്ഷയ ഖന്നെ, സഞ്ജയ് ദത്ത്, അർജുൻ രാംപാൽ, മാധവൻ എന്നിവരൊക്കെയാണ്. സാറ അർജുൻ നെടിയായിട്ടും വരുന്നുണ്ട്. എല്ലാവരുടെ ക്യാരക്ടറും പീക്കായിട്ട് തന്നെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. സത്യം, എല്ലാവരും നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നിങ്ങളെല്ലാവരും അറിഞ്ഞ ഒരു കാര്യം തന്നെ പറയാം, അക്ഷയ് ഖന്നെ. സോ എനിക്ക് പുള്ളിയെ ഒരുപാടായിട്ടൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ എല്ലാവരും പറഞ്ഞു ഈ വർഷം തന്നെ ഒരു ചാവ, വിക്കി കൗശൽ അഭിനയിച്ച ചാവ എന്നൊരു സിനിമയിൽ ഔറംഗസീബ് എന്നൊരു ക്യാരക്ടർ ചെയ്ത് പുള്ളി സൂപ്പറായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ ആ സിനിമ കണ്ടോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടും ഞാൻ പുള്ളിയെ എൻജോയ് ചെയ്തു സിനിമയിൽ, അക്ഷയ് ഖന്നെ. അതായത് പുള്ളി പാകിസ്ഥാനിലെ ഒരു ഗാങ്സ്റ്ററാണ്, ഒരു പൊളിറ്റിക്കൽ ലീഡർ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു പുള്ളിയാണ്. അപ്പോൾ ഈ പുള്ളിയുടെ ആ ഓറ, സ്ക്രീൻ പ്രസൻസ്, സ്വാഗ്, ആറ്റിറ്റ്യൂഡ്, ആ സംസാരം, ഒരു വൈബ് ക്യാരക്ടർ, അതായത് പക്ക മാസ്, ഒരു റോ, ഒരു എന്താ പറയുക, ഒരു ഡബിൾ റോ ടൈപ്പ് ക്യാരക്ടറാണ്. പുള്ളി ആ കണ്ണിട്ട് നോക്കുന്നത്, പുള്ളിയുടെ ആ മുടി ഇങ്ങനെ കിടക്കുന്നത് വരെ വൺ സ്വാഗാണ്. പുള്ളി ആ സിഗരറ്റ് വലിക്കുന്നത്, നടപ്പ്, എല്ലാത്തിലും പുള്ളിയുടെ സീനൊക്കെ കണ്ടുകൊണ്ടേയിരിക്കാന്ന് തോന്നും. എൻജോയ് ചെയ്ത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത്. ആൻഡ് പുള്ളി എനിക്ക് നിങ്ങൾക്ക് പലപ്പോഴും പറയുന്ന ഒരു കാര്യങ്ങളാണ് സൈസ് ഡസൻറ്റ് മാറ്റർ എന്ന്. അത് പുള്ളിയെ കാണണം. ആ ഒരു ഓറ, ആ ഒരു മനുഷ്യനെ ആ ഓറ കീപ്പ് ചെയ്ത് നിങ്ങളത് കാണുമ്പോഴേ മനസ്സിലാവും. ഞാൻ അത്രയും എക്സൈറ്റ്മെന്റിലാണ് പറഞ്ഞത്. പിന്നെ പുള്ളി ഒരു സ്ഥലത്ത് പോയി അതായത് അവരുടെ ഒരു ബലോച്ചൻ എന്ന് പറയുന്ന ഒരിതുണ്ട്. അതായത് അവരുടെ ഒരു സമൂഹം അവിടെ പോയിട്ട് ഒരു ചെറിയൊരു ഫംഗ്ഷൻ പോലെ അവിടെ പോകുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു പാട്ട്, ഒരു അറബിക് മിക്സ് ഉള്ള ഒരു പാട്ട് വരുന്നത്. വൈബ് എന്ന് പറഞ്ഞാൽ കിടിലം വൈബ്. മ്യൂസിക് ഡയറക്ടർ പണി വെച്ചിട്ടുണ്ട്. അതിലും പുള്ളി ആ ബ്ലാക്ക് ഡ്രസ് ഇട്ട് ഇങ്ങനെ കാണിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതിപ്പം സോഷ്യൽ മീഡിയസിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ്. കിട്ടില്ല നോറ, ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു. പുള്ളി ഒരു എന്താ പറയുക, ഒരു നാടിനെ ആക്രമിക്കാൻ വേണ്ടി കൂട്ടുന്ന വില്ലനാണ്. പക്ഷെ ആ പുള്ളിയെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ രീതിയും, പുള്ളിയുടെ ആ സ്വാഗ്, പുള്ളിയുടെ ആ ദേഷ്യം, അല്ലെങ്കിൽ പുള്ളി എങ്ങനെ എല്ലാവരും ഭയക്കുന്നു എന്നുള്ളതെല്ലാം ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. പടം മൊത്തം ഡീറ്റെയിലിംഗ് ആണ്. സൂപ്പറായിട്ട് അക്ഷയ് ഖന്ന ഷോ സ്റ്റീലറാണ്. ഈ പടം കൊണ്ടുപോയത് അക്ഷയ് ഖന്ന. രൺവീർ സിംഗ് ആയിരിക്കും നായകൻ, പക്ഷെ ഈ പടം കൊണ്ടുപോയത് വില്ലനാണ്, അക്ഷയ് ഖന്നയാണ്. വേറെ ലെവൽ വില്ലൻ എന്ന് വെച്ചാൽ വേറെ ലെവൽ വില്ലൻ. രണ്ടാമത് നമുക്ക് വരുവാണെങ്കിൽ രൺവീർ സിംഗിലേക്ക് വരാം. രൺവീർ സിംഗിന് ഫസ്റ്റ് പാർട്ടിലും റോൾസ് ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു സെക്കൻഡ് പാർട്ടുണ്ട്, അതിലാണ് മെജോറിറ്റി റോൾസ് വരാനാണ് ചാൻസ് കൂടുതൽ. ഇതിൽ രൺവീർ സിംഗിന്റെ റോളും, പക്ഷെ രൺവീറിനെ ഞാൻ കണ്ടപ്പോൾ കിട്ടില്ല. ഞാൻ രൺവീറും ചെയ്തിട്ടുണ്ട്. ആ തുടക്കത്തിലെ ഒരു സ്പൈ ത്രില്ലറിൽ ആ ഒരു സ്പൈ ആയിട്ട് പാകിസ്ഥാനിലെ കറാച്ചി എന്ന സ്ഥലത്തിലെ ലാരി എന്ന ഒരു ഏരിയയിൽ വരുന്നു. എന്തിനാണ് വരുന്നത്? ഇവിടെ ഒരു വലിയൊരു നെറ്റ്വർക്ക് ഉണ്ട്, ക്രിമിനൽസ് നെറ്റ്വർക്ക് ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അറിയാമല്ലോ സ്പൈ എന്തിനാണ് വരുന്നത്, അവരെ തടുക്കാനായിട്ടും ഇന്ത്യയെ രക്ഷിക്കാനായിട്ടും എന്നുള്ളത്. സോ അതുമായിട്ട് ഇവരുടെ ഗ്യാങ്ങിലേക്ക് ചേരുക, അതെങ്ങനെയൊക്കെ പറ്റും എന്നൊക്കെ രൺവീർ ചെയ്യുന്ന കുറേ സീൻസുകളും കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ സ്പൈ എന്ന് പറയുന്നത്, അതായത് ഇന്ത്യക്ക് അല്ലെങ്കിൽ സ്വന്തം നാടിന്, അത് ഏത് നാട്ടിലായാലും ആ നാടിന് വേണ്ടി ജീവിതം അർപ്പിച്ച ഒരാളാണ്. പിന്നെ അയാൾ സ്വന്തമായിട്ട് ജീവിക്കാനൊന്നും ആഗ്രഹിക്കാനൊന്നും പാടില്ല സത്യം പറഞ്ഞാൽ. കാരണം
എന്താ പിടിക്കപ്പെട്ടാൽ തീർന്നു. അപ്പൊ അങ്ങനെയാണ് സ്പൈ. അപ്പൊ അത് എങ്ങനെ ഒരാളുടെ വിശ്വസ്തനാകാന്ന് പറയുന്നത് ഞാൻ ഇന്ന് ആലോചിച്ച കാര്യം കൂടാണ്. നമ്മൾ അവരുമായിട്ട് അവരുടെ ലൈഫ് സ്റ്റൈലിൽ ബ്ലെൻഡായി ചിലപ്പോൾ അവിടെ കല്യാണം കഴിക്കേണ്ടി വരും, ചിലപ്പോൾ അവരുടെ കൂടെ എന്ത് പണി വേണമെങ്കിൽ ചെയ്യേണ്ടി വരും. കാരണം അവരെ നമുക്ക് വിശ്വസ്തനാക്കണം, അവർക്ക് നമ്മൾ ഒരു രീതിയിലും സംശയം വരാൻ പാടില്ല. അപ്പോൾ ഒരു സ്പൈ എന്ന് പറയുന്നത് കൺവിൻസിങ് ആയില്ലെങ്കിൽ അവർ കൊന്നുകളയും. കൊന്നല്ല, അവര് എന്തൊക്കെ ചെയ്യുമെന്ന് അവർക്കും ഒരു പിടിയില്ല. കാരണം അറിയാമല്ലോ, കാരണം സ്പൈ ആണെന്ന് അറിഞ്ഞാൽ പിന്നെ തീർന്ന്. ആൻഡ് രൺവീറിന്റെ ആ സീനും കാര്യങ്ങളും കുറച്ചെല്ലാം ഉണ്ട്. രൺവീറിന്റെ ആ വിളിയും പിന്നെ കുറച്ച് കിട്ടില്ല ഫൈറ്റുകളും എല്ലാം നല്ല പെടപ്പെടയായിട്ട് രൺവീർ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് മാധവനിലേക്കാണ്. മാധവ് ഇതിൽ വരുന്നത് ഇന്ത്യൻ ഇന്റലിജൻസ് റോവിങ്ങിന്റെ ഒരു ചീഫായിട്ടാണ്. മാധവ് തുടക്കത്തിലെ മാധവിന്റെ ഫസ്റ്റ് ഷോട്ട് വരുന്നത് മാധവനെ കാണിച്ചിട്ടാണ്. ആൻഡ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ക്രൈസിസ് വരാൻ പോവാണ് തുടക്കത്തിൽ. ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ 1999 കാണ്ടഹാർ ഹൈജാക്ക്, പിന്നെ അത് കഴിഞ്ഞ് പാർലമെന്റ് അറ്റാക്ക്, പിന്നെ നവംബർ 26 നടന്ന താജ് അറ്റാക്ക് എല്ലാം ഉൾപ്പെടെ ഡീറ്റെയിലിംഗ് ആയിട്ട് സിനിമയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ സിനിമ കണക്ട് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അവിടെ ഇവിടെ ചിന്നിച്ചെത്രയൊന്നും പോകുന്നില്ല, ആ കണക്ഷനോടെയാണ് സിനിമ പോകുന്നത്. അതുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് സിനിമ കൊണ്ടുപോവാണ്. അപ്പം അവർ ഡീറ്റെയിലിംഗ് എന്ന് വെച്ചാൽ എനിക്കൊരു ഗവൺമെന്റിന്റെ ഉത്തരവോടൊക്കെ ആയിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. കാരണം ഒഫീഷ്യലായിട്ടുള്ള വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുള്ള സംസാരങ്ങൾ വീഡിയോസുകളൊക്കെ ഈ സിനിമയിലുണ്ട്. അത് മിക്കവാറും ഗവൺമെന്റ് ഇവർക്ക് കൊടുത്തതായിരിക്കാം. ചിലപ്പോൾ ഇത് അറിയട്ടെ ഇങ്ങനെയാണ് നടന്നതൊക്കെ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം. അങ്ങനെ കുറച്ച് ഒരു 1-2 മിനിറ്റ് ആ ഒരു ചുവപ്പ് സ്ക്രീനിൽ അവർ, അതായത് മുംബൈയിലെ താജ് അറ്റാക്ക് ചെയ്യുമ്പോൾ ഹോസ്റ്റേജസും അറ്റാക്ക് ഹാൻഡിൽ ചെയ്യുന്ന ആളും പിന്നെ ടെററിസ്റ്റും ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് കോള് അവരിങ്ങനെ സംസാരിക്കുന്നത് കേൾപ്പിച്ച് എഴുത്തൊക്കെ കാണിച്ച് ഒരു ചുവപ്പ് സ്ക്രീനിൽ അവർ സിനിമയിൽ കാണിക്കുന്നു 1-2 മിനിറ്റോളം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി. അപ്പോൾ എന്തായാലും ഗവൺമെന്റ് സൈഡിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഇത് എല്ലാവരും അറിയട്ടെ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അത് ഞാൻ ഇങ്ങനെയൊക്കെ ഒരു സിനിമയിലൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നിപ്പോയി എനിക്ക്. അപ്പോൾ ആദിത്യദാർ ആ സംവിധായകൻ്റെ ആ റിസർച്ച് അത്രയ്ക്കും ഉണ്ടായിരുന്നു. പിന്നെ അർജുൻ രാംപാലിനെ ഞാൻ ഷാറുഖ് ഖാന്റെ ഓം ശാന്തി ഓമിലാണ് കാണുന്നത് ആദ്യമായിട്ട്. അപ്പോൾ പുള്ളിയുടെ പുള്ളി ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു ആ സിനിമയിലാണ് അന്റഗോണിസ്റ്റ് ഒരു നെഗറ്റീവ് റോൾ ചെയ്യുന്നത്. നന്നായിട്ട് പുള്ളി ആ സിനിമയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഹിന്ദി ഫിലിം ഒരുപാട് ഫോളോ അപ്പ് ചെയ്യാത്ത ഒരാളായതുകൊണ്ട് ഇപ്പം ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ പുള്ളി ഒരു ISAയുടെ ഒരു മേജറാണ്, ഇക്ബാൽ, ഒരു തീവ്രവാദ സംഘത്തിന്റെ മേജറാണ്. ഇക്ബാൽ എന്നാണ് പേര്, മേജർ ഇക്ബാൽ. അപ്പോൾ ഇങ്ങനെ ഒരു വരികയാണ് പുള്ളി ഒരു സീനുണ്ട് ഗൈസ്. പുള്ളി അതായത് നമ്മുടെ ഒരു കാര്യങ്ങൾ ഇന്ത്യക്ക് ആരും ഒരു സ്പൈ ചോർത്തി കൊടുത്തെന്ന് ഒരാളെ പിടിച്ച് ടോർച്ചർ ചെയ്യണ ഒരു സീനുണ്ട്. അത് ട്രെയിലറിലെ ഫസ്റ്റ് കാണിക്കുന്ന സീനാണ്. അത് കണ്ട സത്യയുടെ ഞാൻ ഒരു മാതിരിയായിപ്പോയി. അത് കാരണം മുഖത്തിൽ മറ്റേ കമ്പിയൊക്കെ ഇങ്ങനെ ഇട്ട് വലിച്ചെടുക്കും. പടം ഫുൾ കൊടൂര വയലൻസ് ആണ്. പക്ക റോ ടൈപ്പ് പടം, ഹെവി ആക്ഷൻസ്, ഒരു രക്ഷയില്ലാത്ത റോ ടൈപ്പ്, കൊടൂര വയലൻസ്. എന്തൊക്കെ ചെയ്യണം അവന്മാരെ പിടിയില്ല. അർജുൻ രാംപാലും ചുമ്മാ ചിരിച്ചുകൊണ്ട് ഒരു കിട്ടില്ലനായിട്ട് അർജുൻ രാംപാലും ചെയ്തിട്ടുണ്ട്. ഇനി പിന്നീട് വരുന്നതാണ് സഞ്ജയ് ദത്ത് ഇടയിൽ വന്നിട്ട് കുറച്ച് കോമഡി ഉണ്ട്. സഞ്ജയ് ദത്തും സൂപ്പറാണ്. സഞ്ജയ് ദത്ത് ഇൻട്രോ തന്നെ നമ്മളിങ്ങനെ ഈ ഒരു പാട്ടുണ്ടല്ലോ, ഒരു തെലുങ്കിലെ ഹിന്ദി പാട്ടുണ്ട്, ഹവ ഹവ ഹവ. അതായത് നമ്മൾ തമിഴ് സോങ്ങിലും തമിഴ് പടത്തിലൊക്കെ ഇപ്പോൾ റെട്രോ ലോകേഷ് ഒക്കെ ഇടുന്ന പോലെ ഹിന്ദി പടത്തിൽ അതുപോലെ ഹവ ഹവ ടട്ടെ ആ പാട്ടൊക്കെ ഇട്ട് ഒരു കിടിലല്ലേ ഇൻട്രോ. പിന്നെ സംഗീതത്തിൻ്റെ 2-3 കോമഡിയും സംഗീതത്തിനും കിടിലൻ പവർഫുൾ റോളാണ്. ആൻഡ് ഇതുപോലെ തന്നെ ഒരു സിനിമയുടെ ഫസ്റ്റ് ഒരു ഫൈറ്റ് ഉണ്ട്. അതായത് ഈ അക്ഷയ് ഖന്നയുടെ മകനെ രക്ഷിക്കുന്നതായിട്ടുള്ളൊരു സീൻ, അതായത് രൺവീർ രക്ഷിക്കുന്നതായിട്ടുള്ള ഒരു സീനിൻ്റെ മുമ്പായിട്ടൊരു റംബാബോ ഓ അങ്ങനെ ഒരു പാട്ട്, ആ ഒരു റെട്രോ സോങ് ഇട്ടിട്ട് അവിടെ ഒരു സ്റ്റെൻഡ് ഉണ്ട്. മൊത്തത്തിൽ പടത്തിൽ ഫുൾ കിട്ടില്ലനായിട്ട് പടം ചെയ്തിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് വർക്കൗട്ടായി. 3-3.5 മണിക്കൂർ സത്യം പറയാം എനിക്ക് ഒരു ലാഗ് അടിച്ചിട്ടില്ല. എനിക്ക് ആകെ നെഗറ്റീവ് അടിച്ചത് സാറാ അർജുനും രൺവീറും ഉള്ള ആ ഒരു പ്രണയരംഗങ്ങളാണ്. അതായത് അച്ഛനും മോളെക്കാളത്തെയും കഷ്ടത്തിലുള്ള അവസ്ഥയായിരുന്നില്ല. ഒരു രീതിയിൽ അവർ തമ്മിൽ ചേരുന്നില്ല. ആ ഒരു 5 മിനിറ്റ് മാറ്റിവെച്ച പടം ഓവറോൾ സൂപ്പർ പടമാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഒരു ഹിന്ദി പടം ഇങ്ങനെ 3-3.5 മണിക്കൂർ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പടം. കാരണം 5 ക്യാരക്ടേഴ്സ്, 5 പേർക്കും പക്ക റോളുകൾ. മാധവനാവട്ടെ, രൺവീർ സിംഗ്, അക്ഷയ് ഖന്ന, അർജുൻ രാംപാൽ, സഞ്ജയ് ദത്ത്, എല്ലാവർക്കും
ഒരാളെയും കുറച്ച് കാണിക്കുന്നില്ല, ഒരാളെയും കൂട്ടി കാണിക്കുന്നില്ല, ഒരാൾക്ക് റോൾ കുറച്ച് കൊടുക്കുന്നില്ല, ഒരാൾക്ക് റോൾ എല്ലാവർക്കും അവർക്കായി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള, അവർക്ക് ക്യാപ്പബിലിറ്റി ഉള്ള, അവർക്ക് സ്കോർ ചെയ്യാനുള്ള അതാത് റോളുകളൊക്കെ ആ പടത്തിന് കിട്ടിലനായിട്ട് സംവിധായകൻ കൊടുത്തിട്ടുണ്ട്. കിട്ടിലനായിട്ട് അക്ഷയ് ഖന്നെ പറയാൻ തന്നെ സത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. പുള്ളി ചെയ്തു വെച്ച കയറ്റാണ്. പുള്ളി ഇങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ ഒരു ഡെവിലിഷാണ് പുള്ളി നടക്കുമ്പോൾ തന്നെ. ആ വൈബും ആ അറബിക് പാട്ടും കാര്യവും മുതൽ പടം ഓവറോൾ സൂപ്പർ പടം. കാരണം ഡീറ്റെയിലിംഗ് ആയിട്ട് പടം എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതിന് ഇത്രയും സമയം വേണ്ടി വരും, കാരണം 3.5 മണിക്കൂറുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ കറാച്ചി, പാകിസ്ഥാനിലെ കറാച്ചി എന്ന ലാരി എന്നൊരു സ്ഥലത്താണ് ഇവർ എത്തിപ്പെടുന്നത്. എന്നിട്ട് അവിടെ നിന്നാണ് ഈ ആൾക്കാരൊക്കെ അവിടെയാണ്. പിന്നെ അവിടുത്തെ കുറച്ച് പൊളിറ്റിക്സ്, അതായത് ഈ സിനിമയിൽ പറയുന്നുണ്ട്, അതായത് പാകിസ്ഥാൻ്റെ അകത്ത് ഇന്റേണൽ പൊളിറ്റിക്സ് ഉണ്ട്, ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ഉണ്ട്, ഇന്റേണൽ എന്താ പറയുക പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർ ഒന്നിക്കുമെന്നാണ് ആ സിനിമയിൽ പറയുന്നത്. അതായത് ഇപ്പം ഞാനും എൻ്റെ 3 കൂട്ടുകാരന്മാരും തമ്മിൽ പക്ഷെ വേറൊരു പ്രശ്നത്തിൽ വന്ന ഒരു പ്രശ്നത്തിൽ അവരെല്ലാവരും ഒത്തുചേരും. അപ്പോൾ ഇന്ത്യക്കെതിരാകുമ്പോൾ ഇവരെല്ലാവരും ഒത്തുചേരും. പക്ഷെ അകത്ത് ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, ബലോച്ചൻ എന്ന സൊസൈറ്റിയിലുള്ള 63 കുട്ടികളെ വിഷം കൊടുത്ത് ISIക്കാർ കൊന്നു എന്നൊക്കെ സിനിമയിൽ തന്നെ പറയുന്നു. അതായത് അവരുടെ നാട്ടിൽ അവർ തമ്മിൽ തന്നെ ആ മുസ്ലിം ആൾക്കാർ തന്നെ കോൺഫ്ലിക്ട്സും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇന്ത്യക്ക് ഒരു അടി കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വരുന്നുണ്ട് എന്നാണ് ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പടത്തിൽ മൊത്തം ഞാൻ പറഞ്ഞില്ലേ, ഒരു എല്ലാ ക്ലൈമാക്സിൽ ആ ഒരു പാട്ടെടുത്തിടും, ഹനുമാൻ ഖാൻ പാടിയ ആ പാട്ടിട്ട്, അതായത് ക്ലൈമാക്സിൽ ഇത് ഒരു അസാസിനേഷൻ നടക്കുന്ന നമുക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അക്ഷയ് ഖന്നയെ കൊണ്ടുപോകുന്ന ഒരു സീനാണ്, അത് ബ്രെത്ത് ടേക്കിംഗ് സീനാണ്. അതായത് നമുക്കറിയാം ഇത് തൂക്കും, ഇത് ക്ലൈമാക്സ് ആയി. കാരണം അവർ ഓരോ ചാപ്റ്റർ വൈസ് ആണ് പറയുന്നത്. അങ്ങനെ ഫൈനൽ ചാപ്റ്റർ എന്ന് പറഞ്ഞ് ചാപ്റ്റർ 7 ഫൈനൽ ചാപ്റ്റർ പറയും. അപ്പോൾ ആ ചാപ്റ്ററിലാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ അക്ഷയ് ഖന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അസാസിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഞ്ജയ് ദത്തുമായിട്ടുള്ള ഇടപെടലായിട്ടാക്കിയിട്ട് രൺവീർ സിംഗ് കൊണ്ടുവന്നതാണ്. ഇപ്പം രൺവീർ സിംഗ് അക്ഷയ് ഖന്നയുടെ വിശ്വസ്തനായല്ലോ, അതുകൊണ്ട് കാറിലേക്ക് പോകും. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ നീ എന്തിന് ഇങ്ങോട്ട് പോകുന്നു, ഇവിടെ ആരും ഇല്ലെന്നൊക്കെ ചോദിച്ചു. അത് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇപ്പൊ തൂക്കും എന്ന്. അങ്ങനെ ആ പാട്ടിട്ടതിന് ശേഷം ആ ക്ലൈമാക്സ്, പൊളി ക്ലൈമാക്സ്, ആ അടിയും പിടിയും ഇടിയും പക്ക വയലൻസ്, ഇടിച്ച് കലക്കി വിടുകയല്ല. സത്യം. കാരണം എന്താ പറയുക, നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും, അമ്മാതിരിയാണ് മേക്കിംഗ് ചെയ്ത് വെച്ചത്. പിന്നെ ക്ലൈമാക്സിൽ രൺവീർ കുറച്ച് അഭിനയിക്കുന്നുണ്ട്, അത് കിട്ടില്ല കോമഡിയാണ്. നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതായത് രൺവീർ തന്നെയാണ് കൊല്ലാൻ നോക്കുന്നത്. എന്നിട്ട് രൺവീർ ആശുപത്രിയിൽ പോയിട്ട് അഭിനയിക്കും, ഞാനാണ് രക്ഷിക്കാൻ വേണ്ടി നോക്കി, എന്നിട്ട് നടന്നില്ല. കാരണം അങ്ങനെ അല്ലെങ്കിൽ ഇവനെ കൊന്നുകളയും, വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പം സെക്കൻഡ് പാർട്ട് എന്തായാലും ഉണ്ടാവും. സെക്കൻഡ് പാർട്ടിൽ വരുന്നത് കൂടുതൽ എനിക്ക് തോന്നുന്നു ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിക്കുന്നതായിരിക്കും. അതായത് ഈ സമയങ്ങളിൽ ഇന്ത്യയിൽ ഭരണം മാറിയതിനു ശേഷം ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിക്കുന്നതായിരിക്കും സെക്കൻഡ് പാർട്ടിൽ കൂടുതലായിട്ടും വരാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം സെക്കൻഡ് പാർട്ട് 2026 മാർച്ച് 19 അവർ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത്. അതാണ് ദുരന്തർ ടു ബി കണ്ടിന്യൂഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഫൈനലി ബോളിവുഡിൽ നിന്ന് ഒരു നല്ലൊരു പടം വന്നിട്ടുണ്ട്. അത് എല്ലാ മേഖലയിലും, ആ മ്യൂസിക് ആവട്ടെ, ശശിവൻ സച്ചുദേവ് സൂപ്പറായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ആ അറബിക് മിക്സ് പാട്ട്, അത് കിട്ടില്ല വൈബ് സാധനം. പിന്നെ ആ തീം മ്യൂസിക്കും കാര്യങ്ങൾ, പിന്നെ ഹനുമാൻ ഖാനിൻ്റെ പാട്ട് എല്ലാം സൂപ്പറാണ്. പിന്നെ ആദിത്യദാർ ആ ഡീറ്റെയിലിംഗ്, ആ പുള്ളിയുടെ ആ റിസർച്ച്, ആ മേക്കിംഗ്, ആ സ്ഥലങ്ങൾ, ആ എക്സിക്യൂഷൻ, പുള്ളി എങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിച്ച് ചെയ്തെന്ന് അറിഞ്ഞൂടെ. ആ 3.5 മണിക്കൂർ പക്ക ഡീറ്റെയിലിങ്ങിൽ എല്ലാ കാര്യങ്ങളും അതിൽ പറയാം. കാരണം 3.5 മണിക്കൂറുണ്ടല്ലോ, സമയം ഒരുപാടുണ്ട്. പക്ക ഡീറ്റെയിലിംഗ് ആ സിനിമയിൽ പറയുന്നുണ്ട്. പക്ഷെ പാർട്ട് 1 അക്ഷയ് ഖന്നെ തൂക്കി, റഹ്മാൻ പുള്ളി സത്യം, പുള്ളിയെ പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മാതിരി വൈബൊന്നും അമ്മാതിരി ഓറാ പുള്ളി, ഒരു രക്ഷയില്ല. കിട്ടില്ല പടം, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനും ആലോചിച്ച് ഒരു 3.5 മണിക്കൂർ പടം, അത് ഒരു ഹിന്ദി പടം ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്. എനിക്ക് സത്യം ഞാൻ ഉള്ളതാണ് പറയുന്നത്, എനിക്ക് ബോർ അടിച്ചിട്ടില്ല പടം. ഞാൻ നന്നായിട്ടിരുന്ന് എൻജോയ് ചെയ്തു പടം. ആ വയലൻസ്, ആ ബ്രൂട്ടാലിറ്റി, ഇതൊക്കെ മറ്റേ അതിൻ്റെ പേരെന്തോന്ന്, മറ്റേ തൂക്കുന്ന സാധനം ഉണ്ടല്ലോ, കിലോ തൂക്കുന്ന സാധനം, ആ സാധനം എടുത്ത് മുഖത്തിട്ടൊക്കെ അടിച്ച് അതാണ് പക്ക
പക്ക ഹെവി ബ്രൂട്ടലാണ്, കൊടൂര വയലൻസ് ആണ് പടം. എല്ലാവർക്കും ഇനി ആദിത്യദാറിൻ്റെ ഒരു പ്രശംസ കൊടുക്കേണ്ട എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ കിട്ടില്ലൻ റോള്. എല്ലാവർക്കും മാസും ഉണ്ട്, ക്ലാസ്സും ഉണ്ട്, എല്ലാവർക്കും റോളുകളാണ്, പക്ക റോൾ. ആൻഡ് ട്രൂ ഇൻസിഡൻസ് ആയിട്ട് ആ ക്യാരക്ടർ അവർ തിരഞ്ഞെടുത്തത്, അത് ഇന്ന ആൾക്ക് ആ വേഷം, ആ ഒരു കാസ്റ്റിംഗ് തന്നെ ഒരു കിട്ടില്ലൻ സംഭവമായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് സത്യം പറഞ്ഞാൽ ബോളിവുഡിൽ ഇത്രയും ഒരേ ഇടക്കാലത്തിന് ഇത്രയും ഒരു നല്ലൊരു പടം ഇറങ്ങിയത് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണെന്നാണ് തോന്നുന്നത്. ദുരന്തർ. ആൻഡ് ഇതുപോലെ ആയിരിക്കണം സ്പൈ ത്രില്ലർ. അതായത് കണ്ടന്റ് വേണം, സാധനം കൊണ്ട് പടം നിറയ്ക്കണം. ഇത് ചുമ്മാ ഇതിന് മുമ്പ് കുറച്ച് സ്പൈ ത്രില്ലർ ഇറങ്ങില്ല, ബിക്കിനി ഇട്ട് ആളെ കയറ്റുക, 2-3 ഐറ്റം ഡാൻസ് ഇട്ട് ആളെ കയറ്റുക, എന്നിട്ട് പടച്ചു വിടുന്നതോ അപരാധത്തിന്റെ അങ്ങേയറ്റം. ഇത് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് വാർ 2 ആണ്. വാർ 2 സത്യം പറഞ്ഞാൽ കൊടൂര അപരാധം എന്ന് വെച്ചാൽ കൊടൂര അപരാധമാണ്. ജൂനിയർ NTR ഒക്കെ കാണിക്കണം. ജൂനിയർ NTRന്റെ ഫ്ലൈറ്റിൽ നിന്ന് പിടിച്ചിട്ട് ഇൻട്രോയോ ഗൈസ്, ഇതിലും ഒരു ഐറ്റം സോങ് ഇല്ല, അല്ലെങ്കിൽ ഒരു കിസ്സിന് പോലും ഇല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമില്ല. പടം കണ്ടന്റ് വൈസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ആ ഒരു സീരിയസ് ടൈപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അർജുൻ രാംപാലും ഒരു സ്പൈയെ കിട്ടിയെന്ന് പറഞ്ഞ് സ്പൈയെ ടോർച്ചർ ചെയ്യുന്നത് രൺവീർ സിംഗിന് കൂടെ ഉള്ള ആൾക്കാർക്കൊക്കെ കാണിച്ചു കൊടുക്കും. രൺവീർ സിംഗ് പേടിച്ചു പോകും. കാരണം ഇനിയിപ്പോൾ ഇവന്മാർ എന്നെങ്ങാനും പിടിച്ചാൽ ഞാൻ ഇതുപോലെയൊക്കെ രൺവീർ സിംഗ് പേടിച്ച് കരയണ പോലെ ആവും ആ സിനിമയിൽ നിങ്ങൾ കാണാം. അപ്പം അത്ര ഒരു സ്പൈ വന്ന് ടെൻഷൻ ആവുന്ന, അപ്പം അത്രയ്ക്കും ബ്രൂട്ടാലിറ്റിയാണ് സിനിമയിൽ മൊത്തം. കിട്ടില്ല പടം. അതിന് ക്ലൈമാക്സ് ആകുമ്പോൾ അക്ഷയ് ഖന്നയെ കൊന്നു എന്ന് അറിയുന്നു. അപ്പോൾ ഇനി സിനിമ എങ്ങോട്ട് പോകും, ഇനി എങ്ങനെ ആയിരിക്കും എന്നൊക്കെയാണ് സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്നത്. പക്ഷേ ഫസ്റ്റ് പാർട്ട് ഷോ സ്റ്റീലർ, 1000 ഓറ സ്ക്രീൻ പ്രസൻസ്, ആറ്റിറ്റ്യൂഡ്. അക്ഷയ് ഖന്നെ ദുരന്തർ ഫസ്റ്റ് പാർട്ട് കൊണ്ടുപോയി.